ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇന്നലെ അറസ്റ്റിലായ പ്രതി കെ.പി. ശങ്കരദാസിന്റെ റിമാൻഡ് നടപടികൾ വേഗത്തിലാക്കി എസ്.ഐ.ടി മുൻ ദേവസ്വം ബോർഡ് അംഗമായ കെ.പി. ശങ്കരദാസ് ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി എത്തി റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കി. അതേസമയം 2024 കാലയളവിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇന്നലെ അറസ്റ്റിലായ 11-ാം പ്രതി കെ.പി. ശങ്കരദാസിന്റെ റിമാൻഡ് നടപടികൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് എസ്.ഐ.ടി. മുൻ ദേവസ്വം ബോർഡ് അംഗമായ ശങ്കരദാസ് ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി എത്തി റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കി. ജഡ്ജിക്കൊപ്പം അന്വേഷണ ഉദ്യോഗസ്ഥനായ ശശിധരനും ഉണ്ടായിരുന്നു. ശങ്കരദാസിനെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ SP ശശിധരൻ ആശുപത്രിയിലെത്തി ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്തത്. ഇന്നലെ തന്നെ പ്രോസിക്യൂട്ടർ വഴി അറസ്റ്റ് വിവരം കോടതിയെ അറിയിച്ചിരുന്നു. കേസിൽ പ്രതി ചേർക്കപ്പെട്ട ദേവസ്വം ബോർഡ് മുൻ അംഗം കെ.പി. ശങ്കരദാസിന്റെ അറസ്റ്റ് വൈകിയതിൽ രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നടത്തിയത്. ഒരാൾ പ്രതി ചേർത്ത അന്നു മുതൽ ആശുപത്രിയിൽ കിടക്കുകയാണെന്നും അയാളുടെ മകൻ SP ആണെന്നും അതാണ് ആശുപത്രിയിൽ പോയതെന്നുമാണ് ജസ്റ്റിസ് ബദ്രുദ്ദീൻ തുറന്നടിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജ്വല്ലറി വ്യാപാരി ഗോവർദ്ധൻ അടക്കം 3 പ്രതികളുടെ ജാമ്യഹർജി പരിഗണിക്കുന്നതിനിടെയായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. ഇതിന് പിന്നാലെയായിരുന്നു രാത്രിയിലെ ശങ്കരദാസിന്റെ അറസ്റ്റ്. അതേസമയം 2024 കാലയളവിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെ 2 തവണ മൊഴിയെടുത്ത ശേഷം വിട്ടയച്ചിരുന്നു. വീണ്ടും മൊഴിയെടുക്കാൻ PS പ്രശാന്തിനെ വിളിച്ചു വരുത്താനും സാധ്യതയുണ്ട്. ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അജികുമാറിനെയും മൊഴിയെടുക്കാൻ വിളിപ്പിക്കും. 2024 ദ്വാരപാലക ശില്പം പോറ്റിക്ക് നൽകിയതിലെ ഇവരുടെ പങ്കാണ് അന്വേഷിക്കുന്നത്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. ജനം, തിരുവനന്തപുരം.